ضلال مبين فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأيناه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكونن من الصاغرين قال ربي السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون صدق الله لا يشكرون ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു പോകുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ഇംഗിതങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടി സലീഹ നടത്തിയ ചില പരിപാടികളെ കുറിച്ചാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വച്ചത്. അത് കൃത്യമായി പിടിക്കപ്പെടുകയാണ്. അതാണ് അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയും അദ്ദേഹം ഓടി
വാതിൽ തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യജമാനനും അദ്ദേഹത്തിന്റെ ബന്ധുവും നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് അതങ്ങനെ പിടിക്കപ്പെടുന്നത്. അവിടെ സലീഹയുടെ തന്ത്രങ്ങളൊക്കെയും അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് അവിടെ വരുമ്പോഴേക്കും പെട്ടെന്ന് കണ്ട് ഈ പരിപാടി പിടിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സലീഹ മാറി. അവർ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആളുകളെയാണോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കിലേക്ക് വിടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി, സലീഹ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആകർഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. ഹമ്മ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കലാണ്. അതിന്റെ എല്ലാ വിചാരപ്പെടലുകളും അതിലുണ്ട്. വഹമ്മ ബിഹ, ഏതാണ്ട് അതേ സ്വഭാവത്തിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തി. ലൗലാൻ റആ ബുർഹാന റബ്ബിഹി, രക്ഷിതാവിന്റെ തെളിവിനെ അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ. അവിടെ അള്ളാഹു അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. അതായത് ലൗലാ അൻ റആ ബുർഹാന റബ്ബി, രക്ഷിതാവിന്റെ തെളിവ് അതെന്താണ് എന്ന് അള്ളാഹു അവിടെ വ്യക്തമാക്കുന്നില്ല. പലതും ആവാം. ഒന്ന്, അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിലുണ്ടായി തീർന്ന പടച്ചവനെ കുറിച്ചുള്ള പേടിയാവും. ഒരു നിമിഷം അത്രയേറെ അങ്ങ് പിന്നെ വൈകാരിക വിക്ഷോഭങ്ങളിലേക്ക് എത്തിയിട്ടും ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചോടാനുള്ള ഒരു മനസ്സാണ് സത്യവിശ്വാസിയുടെ. അതാണ് ഏറ്റവും അവസാനം എല്ലാം കാത്തിരിക്കുന്ന സമയത്ത് പടച്ചവനെ പേടിക്കുന്ന അവസ്ഥ. അതാണല്ലോ 3 പേരെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ഇസ്രായേലിൽ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 3 പേരെ ഒരു ഗുഹയിൽ അടക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പാറക്കല്ല് വന്ന് അടഞ്ഞപ്പോ അവർ 3 പേരും 3 വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ദുആ ചെയ്തത്. തവസ്സുൽ ചെയ്യാൻ പറ്റും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണവും അതുതന്നെയാണ്. അതായത് അവനവന്റെ അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവെ, ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഇന്ന നന്മ ചെയ്തു, ആ നന്മയുടെ പ്രതിഫലം കൊണ്ട് അള്ളാഹുവെ നീ ഇക്കാര്യത്തിൽ നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടലാണ്. അങ്ങനെ 3 പേരും ആവശ്യപ്പെടുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ എന്റെ മാതാപിതാക്കളെ ഞാൻ ഏറെ സ്നേഹിച്ചു, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ വിറക് വെട്ടി രാത്രിയിൽ ഒരിക്കൽ വരുമ്പോ എന്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു, മാതാവും പിതാവും ഉറങ്ങുമ്പോ എന്റെ മക്കൾക്കും ഭാര്യക്കും ഭക്ഷണം കൊടുക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മാതാപിതാക്കൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ കാത്തിരുന്നു, അവരുടെ മുമ്പിൽ ഭക്ഷണവുമായി കാത്തിരിക്കുമ്പോൾ എന്റെ കാലിൽ വീണ് എന്റെ കുഞ്ഞുമക്കൾ വിശന്നിട്ട് കിടന്ന് തലയിട്ടടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് പോലും എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ഉണരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. തമ്പുരാനെ, ഇത് വലിയതാണെങ്കിൽ നീ ഈ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നായിരുന്നു പ്രാർത്ഥന. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ സമയത്ത് ആ കല്ല് അല്പമൊന്നു മാറി, ചെറിയ തരത്തിലൊന്നു മാറി. രണ്ടാമത്തെയാൾ ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവെ, എന്റെ അടുക്കൽ വലിയ ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ, ഒരുപാട് ജോലിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവർക്കും കൃത്യമായി അവരവരുടെ കൂലി നൽകിയിരുന്നു. പക്ഷെ ഒരാൾ മാത്രം എന്നിൽ നിന്ന് കൂലി വാങ്ങിയിരുന്നില്ല. അദ്ദേഹം കൂലി വാങ്ങാതെ അതെല്ലാം അവിടെ വയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം ഞാൻ അറിയാതെ പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്റെ കൂലിയുടെ ആ സമ്പത്ത് കൊണ്ട് ഞാൻ കൃഷി ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് ഒരു വിപുലമായ സമ്പത്ത് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്ന് എന്റെ കൂലി ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആ വിപുലമായ കൃഷിയിടങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കൂലിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല, ഞാൻ പരിഹസിക്കുകയല്ല, മറിച്ച് ഞാൻ നിനക്ക് വേണ്ടി കാത്തുവച്ചിരുന്ന കൂലിയിൽ നിന്നാണ് ഈ ലാഭങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇതെല്ലാം നിന്റേതാണ്. അത്രയും വലിയൊരു സദഖ ചെയ്ത എന്റെ ഈ സദഖയെ നീ സ്വീകരിക്കുമെങ്കിൽ അള്ളാഹുവെ, നീ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നായിരുന്നു പ്രാർത്ഥന. അപ്പോഴും ആ കല്ല് അല്പം കൂടി ഒന്ന് മാറി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉണ്ടാകുന്നത് 3ാമത്തെ കക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു, അവരെന്റെ പിതൃവ്യന്റെ പുത്രിയായിരുന്നു. ഞാൻ എത്രയേറെ അവരോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടും അത് കേൾക്കാൻ തയ്യാറാകാതെ പോയി. അവസാനം അവരുടെ പിതാവ് മരിച്ചു. ദാരിദ്ര്യത്താൽ കിടന്ന് പിടഞ്ഞുകുടം തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അവർ വിശന്നൊട്ടിയ വയറുമായി ഒരിക്കൽ എന്റെ അടുക്കൽ വന്നു. ഞാൻ അപ്പോൾ അവർക്ക് വിശപ്പിനുള്ള ഭക്ഷണം വാഗ്ദാനം ചെയ്തു. പക്ഷേ എന്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കപ്പെടണമെന്നായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത്.
അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ആ ഇംഗിതങ്ങൾക്ക് വിധേയയാകാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ ഞാനും അവളും മാത്രം ഒരുമിച്ച് കൂടിയ സമയം, ആ സമയത്ത് പെട്ടെന്ന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരുമിച്ച് കൂടാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും അവൾ ഇത്തത്തില്ല എന്നൊരു വർത്തമാനം പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. ആരും കാണാത്ത, ആരും അറിയാത്തൊരു സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോഴേക്കും എന്റെ മനസ്സ് പടച്ചു. ഞാൻ ആ സമയത്ത് എന്റെ റബ്ബിനെ കുറിച്ച് ഓർത്തു. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ എന്റെ റബ്ബിനെ പേടിച്ചിട്ട് ഓടി. അതുകൊണ്ട് എന്റെ തമ്പുരാനെ, നിന്നെ പേടിച്ചോടിയ ഇവന് നീ ഈ അപകടത്തിന് രക്ഷപ്പെടാൻ ഇതൊരു നല്ല കാര്യമാക്കി തരണമേ എന്നായിരുന്നു ദുആ. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നതാണ് ഈ ഹദീസ്. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പാറക്കല്ല് തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു എന്നാണ്. ആ പാറക്കല്ല് അല്ലാഹു മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഈ 3 പേർ രക്ഷപ്പെട്ട കഥ പറയും. അവിടെയാണ്, അതായത് വൈകാരിക വിജൃംഭതയുടെ അങ്ങേയറ്റത്തെ മൂർധന്യതയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഉടമസ്ഥനെ പേടിക്കുക എന്ന് പറയുന്ന അപാരമായ അവസ്ഥാവിശേഷമാണ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ വലുതാണ് എന്നതുകൊണ്ടാണ്. മനുഷ്യൻ തെറ്റിന്റെ ബോധങ്ങളിലേക്ക് പോവില്ല എന്ന് പറയാനാവില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, മുഅ്മിന്റെ ഒരു പ്രത്യേകതയും അതാണ്, അവൻ തെറ്റിനെ കുറിച്ച് ആലോചിക്കും, പക്ഷേ ആ തെറ്റ് ചെയ്യാതെ പോകും. അതുകൊണ്ട് അവന് 2 മാർക്ക് കൂടി കൂടുതൽ കിട്ടാൻ, നെഗറ്റീവ് മാർക്ക് കൂടി പോസിറ്റീവ് മാർക്കാകുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ്. അതായത് അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച തെറ്റിനെ പോലും അവൻ അള്ളാഹുവിനെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യാതിരിക്കുന്നു എന്നതാണ്. പടച്ചവനെ പേടിച്ചതിന്റെ പേരില്ല, അള്ളാഹുവിനെ പേടിച്ചതിന്റെ പേര്. അങ്ങനെ ചെയ്യുന്നവനാണ് മുഅ്മിൻ. അങ്ങനെ ചെയ്യുന്നവനാണ് മുഅ്മിൻ. ഏത് സമയത്തും മനുഷ്യരെപ്പോഴും ഈ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിക്കൂടായികയില്ല. അതുകൊണ്ടാണ് ലൗലം തുദിനിബു എന്ന് റസൂലുള്ളാഹി പറയാണ്. ലൗലം തുദിനിബു, നിങ്ങൾ തെറ്റ് ചെയ്യില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്യില്ലായിരുന്നുവെങ്കിൽ അല്ല ജാ അല്ലാഹു ബി ഖൗമിൻ ആഖർ, മറ്റൊരു ജനതയെ അല്ലാഹു കൊണ്ടുവരുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലാട്ടോ. നീ തെറ്റ് ചെയ്യാൻ അല്ല, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പഠിച്ചോനി ഇപ്പൊ നമ്മളെ മാറ്റൂന്ന് വിചാരിച്ച് വേറെ അങ്ങനെയല്ല. അതിന്റെ അർത്ഥം മനുഷ്യത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ടിനും ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നവനാണ്. അപ്പൊ സ്വാഭാവികമായും അവന് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്ലതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ചെറിയ സ്ലതങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവന്റെ മനസ്സ് വേവണം. ആ മനസ്സിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു കണ്ണുനീരിങ്ങനെ പ്രവഹിക്കണം. അപ്പോഴാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ അവനെ ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ അതിന്റെ പേരിലുണ്ടാകുന്ന തൗബ ചെയ്യാതിരിക്കുകയും നിങ്ങളല്ല ഇവിടെ വേണ്ടത്. കാരണം തെറ്റു ചെയ്യാതിരിക്കുകയും അങ്ങനെ വിശുദ്ധമാം വിധം ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ മലക്കുകളാണ്. അവരുടെ മനസ്സിന് വൈകാരികമായ ഒരു ഭാവമില്ല. അവർക്ക് വിശപ്പോ ദാഹമോ ഇല്ല. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് വികാരങ്ങൾ ഉദ്ധൃതമാവുക, അത് കൂടുതൽ വലുതാവുക. ഈ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നിടത്താണ് മനുഷ്യനുണ്ടാവുക. അവന് ദേഷ്യം ഉണ്ടാവും, അവന് വൈകാരികതകൾ ഉണ്ടാവും, അവന് മനോവിചാരങ്ങൾ ഉണ്ടാവും. അവൻ ചിലപ്പോൾ ചെറിയ തരത്തിലൊക്കെ മാനസികമായി ചെറിയ തെറ്റുകളിലേക്ക് വഴുതി വീണേക്കാം. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ സാധ്യമാകുന്ന ഒരവസ്ഥയാണ്, അവിടെ നിന്ന് തിരിച്ചു പോരാൻ കഴിയുന്ന ഒരു ബോധമാണ് അള്ളാഹുവിലേക്കുള്ള പേടിയിലൂടെ ഉണ്ടാകേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറയുന്നത്. ഇവിടെയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണെങ്കിലും പറയാം, അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹമ്മ ബിഹ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഹമ്മ് എന്ന് പറഞ്ഞാൽ അതിലേക്കങ്ങ് വിചാരിക്കലാണ്. അതിലേക്കങ്ങ് വിചാരിക്കണം. വിചാരിച്ച് എവിടെയൊക്കെ എത്തിയെന്ന് തഫ്സീറുകളിൽ കാണുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രയേറെ അങ്ങേ തലയിൽ വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പെട്ടെന്ന് ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി, രക്ഷിതാവിന്റെ ബുർഹാനങ്ങ് കണ്ടപ്പോഴേക്കും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടഞ്ഞെണീറ്റ് ഓടി. അവിടെ ബുർഹാൻ ആരാണെന്ന് പോലും തഫ്സീറുകളിൽ കാണുന്നത് സയ്യിദുനാ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്നാണ്. യഅ്ഖൂബ് നബി അലൈഹി സ്വലാം വന്നിട്ട് നെഞ്ചത്ത് കത്തി എന്നൊക്കെ നാം തഫ്സീറുകളിൽ കാണുന്നു. മഹാനായ ഇമാം റാസിയെ പോലെയുള്ളവർ തന്റെ തഫ്സീറിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നതും കാണാൻ സാധിക്കുന്നു. അങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാർക്ക് അവരവരുടെ മുർഷിദുകൾ, അവരവരുടെ ഗുരുക്കൾ, അവരുടെ മഹാരഥന്മാരായ മുർഷിദുകൾ ഉണ്ടാകും. ആ മുർഷിദുകൾ തന്നെയാണ്. അതാണ് ഒരുത്തൻ മഹാമോശമായ ലൻ തജിദ ലഹു വലിയ മുർഷിദ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ മോശമായാൽ അവൻ എന്തുണ്ടാവുന്നില്ല, ഒരു വലിയ മുർഷിദിനെ കിട്ടാതെ പോകും. വലിയ മുർഷിദ് എന്ന് പറയുന്നത് നല്ല മാർഗത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ മനസ്സ് തന്നെയും ഒരു നല്ല വലിയ മുർഷിദാണ്. അവന്റെ ഹൃദയം ഇടക്കിടക്ക് പിടക്കും. അവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും ഒരു ആഹ്വാനം, ഇത് തെറ്റാണ്, ഈ തെറ്റ് നീ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇസ്തഫ്തി നഫ്സക് എന്ന് തന്നെ പറഞ്ഞത്. നിന്റെ നഫ്സിനോട് നീ ഒന്ന് ചോദിച്ചു നോക്കണം. നീ ഫത്വ ചോദിക്കേണ്ടത് ആരോടാ? നിന്റെ നഫ്സിനോടാണ്, നിന്റെ ആത്മാവിനോടൊന്ന് ചോദിക്കണം. ഇത് ശരിയോ തെറ്റോ എന്ന് നീ ഒന്ന് സ്വയം വിശകലനം ചെയ്യണം. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നിന്റെ മനസ്സു തന്നെ പറഞ്ഞു തരും ഇത് തെറ്റാണ്. അവിടെ നിനക്കുണ്ടാകുന്ന അത്തരത്തിലൊരു ബോധം
അത് തെറ്റിനെയും ശരിയെയും വേർതിരിച്ചു തരുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ഉണ്ടാവുകയും സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയും ചെയ്യുന്നു. അതിന്റെ പിന്നാലെയാണ് പിന്നെ സലീഖ ബീവി വരികയും ചെയ്യുന്നത്. അവസാനം സലീഖയെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വസ്തബഖൽ ബാബ വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ് ഖാലത് മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. വസ്തബഖൽ ബാബ്, രണ്ടുപേരും മത്സരിച്ചോടി അങ്ങനെ വാതിലിന്റെ അടുക്കലെത്തി. വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ, യൂസുഫ് നബിയുടെ ഖമീസ് പിന്നിൽ നിന്ന് വലിച്ചു കീറിയിരുന്നു. ആര് കീറിയിരുന്നു? സലീഖ കീറിയിരുന്നു. പിടിച്ചപ്പോ അങ്ങ് കീറിപ്പോയതാണ്. വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ്, രണ്ടുപേരും അവളുടെ സയ്യിദിനെ, അതായത് അവളുടെ ഭർത്താവിനെ വാതിൽക്കൽ വെച്ച് കണ്ടു. ഖാലത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, എന്താ നിങ്ങളുടെ കുടുംബത്തോട് കാണിച്ച ഈ ഇത്തരത്തിലുള്ള തെമ്മാടിത്തത്തിന് നിങ്ങൾ എന്ത് പ്രതിഫലമാണ് കൊടുക്കുക എന്ന് ആര് ചോദിക്കാൻ തുടങ്ങി? അതാണ് സലീഖയുടെ പ്രത്യേകത, അല്ലെങ്കിൽ സലീഖമാരുടെ പ്രത്യേകത. മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, നിങ്ങളുടെ കുടുംബത്തോട് ഇവൻ കാട്ടിയ നെറികേടിന് എന്തു ചെയ്യും എന്നായിരുന്നു ചോദ്യം. ഇല്ലാ യുസ്ജന ഔ അദാബുൻ അലീം, ഒന്നുകിൽ ഇവനെ കൊണ്ടുപോയി ജയിലിടണം, അല്ലെങ്കിൽ വലിയ ശിക്ഷ കൊടുക്കണം. അവിടെ തഫ്സീറുകളിൽ കാണാം അങ്ങനെ കൃത്യമായി പറയാൻ അവൾക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവളൊരു വ്യക്തമാക്കുന്നില്ല, എന്താ ചെയ്തത് എന്നും വ്യക്തമാക്കുന്നില്ല. എന്താ ചെയ്തതെന്ന് വ്യക്തമാക്കണമെങ്കിൽ അറിയാതെ ഉള്ളിയുടെ എന്ത് ചെയ്യും? തൊലി പൊളിയും. അപ്പോ അവസാനം ഒന്നും ഉണ്ടാവില്ല എന്ന പോലെ ഇതിന്റെ കുറ്റം മുഴുവനും തനിക്ക് വരുമോ എന്ന പേടിയുള്ളത് കൊണ്ട് ഒരു മറച്ചു പിടിച്ച വർത്തമാനമാണ് ആര് പറയുന്നത്? സലീഖ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തോട് എന്താ ചെയ്തതെന്ന് അറിയോ എന്നൊരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇന്നത് ചെയ്തു എന്ന് വ്യക്തമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ചെയ്ത അപരാധി ആരായതുകൊണ്ടാണ്? സലീഖ തന്നെ ആയതുകൊണ്ടാണ്. മാത്രമല്ല ഒരല്പം സ്നേഹം ഇവിടെ യൂസുഫിനോടുള്ളത് കൊണ്ട് അങ്ങനെ ഇയാളെ കൊണ്ടുപോയി തള്ളാനോ കൊല്ലാനോ ഒന്നുമല്ല പറയുന്നത്. കുറച്ചുനാള് ജയിലിടോ അല്ലെങ്കിൽ അദാബ് വല്ലതും ഏൽപ്പിക്കുകയോ ചെയ്തോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതത്ര വ്യക്തവുമല്ല എന്നാണ് തഫ്സീറുകൾ പറഞ്ഞു തരുന്നത്. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി വശഹിദ ഷാഹിദുൻ മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബ്ലിൻ فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين. അപ്പോ തന്റെ സാക്ഷ്യം പറയേണ്ടത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ബാധ്യതയായി. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി, ഇവളാണ് എന്നെ പ്രേമിച്ചത്, ഇവളാണ് എന്നെ ഈ കുടുക്കിലിട്ടത്, ഞാനല്ല, ഞാനിതിൽ അപരാധിയല്ല. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. അപ്പോൾ കൂട്ടത്തിലെ ഒരു സാക്ഷി വന്നു. ഞാൻ പറഞ്ഞു അത് ആരുമാകാം, ഏതോ ഒരു കൊച്ചു കുഞ്ഞിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. അതായത് തൊട്ടിലിൽ കിടന്ന കുഞ്ഞാണ് ആ വർത്തമാനം പറഞ്ഞത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അവിടെ നേർക്കുനേരെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് സാക്ഷി. അയാൾ പറയുന്നു, ഒരു മധ്യസ്ഥൻ, അദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ, ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ ഇവളാണ് സത്യം പറയുന്നത്, എന്നാൽ ഇവൻ നുണ പറയുകയാണ്. വൈൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബരി, പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ ഫകദബത്, എന്നാൽ ഇവൾ നുണ പറയുകയാണ്, ഇയാൾ സത്യസന്ധനുമാണ്. വഹുവ മിനസ് സ്വാദിഖീൻ, ഇദ്ദേഹം സത്യസന്ധനുമാണ്. ഫലമ്മാ റആ ഖമീസുഹു ഖുദ്ദ മിൻ ദുബരി, അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് പിന്നിൽ നിന്ന് കീറപ്പെട്ടതാണ്. ഖാല ഇന്നഹു മിൻ കൈദകുന്ന, ഇത് നിങ്ങളുടെ ചതിയാണ്, നിങ്ങളുടെ ചതിയാണ്. ഇന്ന കൈദകുന്ന അലീം, പെണ്ണുങ്ങളെ നിങ്ങളുടെ ചതി ഭയങ്കരമാണ് എന്ന് ആര് പറയുകയാണ്? ഈ ഭർത്താവ് സയ്യിദ് പറയുകയാണ്. ഇന്നഹു മിൻ കൈദികുന്ന, നിങ്ങളുടെ ചതിയാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ചതിയാണ്. പിന്നെ ഇവിടെ പെണ്ണുങ്ങളെ എന്ന് ബഹുവചന പ്രയോഗം നടത്തുന്നത് കൊണ്ട് സകല പെണ്ണുങ്ങളെയും അവിടെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു എന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല. ഭർത്താവ് ഭാര്യയെ സംബോധന ചെയ്യുന്നിടത്തുള്ള ബഹുമാന സൂചകമായ രീതിയാണ് ഇവിടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. പെണ്ണുങ്ങൾ എന്നാണ്, നിങ്ങൾ എന്നാണ് സംബോധന ചെയ്യേണ്ടത് എന്നാണ്. നീ എന്ന് പറയുന്നിടത്തുണ്ടാകുന്ന ഒരു അരുചിയുണ്ട്. ആ അരുചി പോലും സമ്മതിച്ചു കൊടുക്കാൻ ആര് തയ്യാറാകുന്നില്ല? അള്ളാഹു തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മലബാറിലേക്ക് പോകുമ്പോ എന്താ പറയാറുള്ളത്? നമ്മുടെ പെണ്ണുങ്ങൾ എന്നാ പറയാ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു പോകേണ്ട ഒരു 3, 4, 5 ഒക്കെ കെട്ടിയതിന്റെ പേരിലാണെന്ന് വിചാരിക്കേണ്ട. വീട്ടിലെ പെണ്ണുങ്ങൾ സമ്മതിക്കലാണ് പറയും. എന്താ അതിന്റെ അർത്ഥം? വീട്ടിലെ ഭാര്യ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതാണ് ഇന്ന കൈദകുന്ന അലീം, നിങ്ങളുടെ ചതി. അവിടെ ബഹുവചന പ്രയോഗമാണ്. ഇന്ന കൈദകുന്ന അലീം, പെണ്ണുങ്ങളെ നിങ്ങളുടെ ചതി ഭീകരമായിരിക്കുന്നു എന്നാണ്.
യൂസുഫ് ആരിദ് അൻ ഹാദാ, യൂസുഫ് താങ്കൾ ഇതങ്ങ് അവഗണിച്ചോളൂ. വസ്തഗ്ഫിരി ലിദംബിക്, എന്നിട്ട് പെണ്ണെ നീ പോയി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇസ്തഗ്ഫിരി ലിദംബിക്, തെറ്റു ചെയ്താൽ പിന്നെ എന്താ വേണ്ടത്? അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അപ്പോഴും അവിടെ എന്തുണ്ട്? ഒരു വിശ്വാസമുണ്ട്. അവിടെ ഒരു പടച്ചവനോടുള്ള, ദൈവത്തോടുള്ള വിശ്വാസമുണ്ട്. അതായത് പാപചിന്ത വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ആ പാപത്തിനെതിരായി ഒരു പാപമോചനം നേടണം. അതിന് നീ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ പിഴച്ചിട്ടുണ്ട്, നീ പിഴച്ചിട്ടുണ്ട്. നിന്റെ വിചാരങ്ങളിൽ എവിടെയോ ഒരു കരട് കടന്നിട്ടുണ്ട്. നീ നിന്റെ ഭർത്താവിനോടുണ്ടാകേണ്ട വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ നീ ഒരു പിഴവ് വരുത്തിയിട്ടുണ്ട്. അതിനോളം ഭീകരമല്ല കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന പിന്നെ യൗവനയുക്തനായ ഒരു ചെറുപ്പക്കാരനുണ്ടായി തീരാവുന്ന ഈ ബോധം. അതിനോളം ഭീകരമല്ല. കാരണം നിന്റെ കയ്യിൽ ഒരു ഭർത്താവുണ്ട്. നിന്റെ ജീവിതത്തിന്റെയും ഇംഗിതങ്ങളുടെയും കൂടെ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ നീ ഇത്രമേൽ ഭീകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നിടത്ത് നീ പിഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ ഇതിങ്ങനെ പറഞ്ഞ് ഈ കഥകളൊക്കെ പറയുന്നിടത്ത് എല്ലാം കാണേണ്ട ഒരു വലിയ കാര്യം, ഈ കഥ കേൾക്കാൻ ഇരിക്കാൻ വലിയ സന്തോഷമാണെങ്കിലും അതിനേക്കാൾ അതിന്റെ ഉള്ളിൽ കയറി ചെന്ന് ചിന്തിക്കണം. അതിലുള്ളത് എന്താണ്? മനുഷ്യന്റെ ഈ വൈകാരികമായ ബോധങ്ങൾക്കപ്പുറത്ത് അവന്റെ തെറ്റിനെ അറിയുകയും ആ തെറ്റിൽ പാപമോചനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഉടമസ്ഥനെ നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കണം. അള്ളാഹു എന്ന റഹ്മത്തിനെ കാണാൻ സാധിക്കണം. സ്വാഭാവികമാണല്ലോ. വഖാല നിസ്വത്തും ഫിൽ മദീന ഇംറഅത്തുൽ അസീസ് തുറാവിദു ഫതാഹ അൻ നഫ്സി. ഏതെങ്കിലും ഒരു പെണ്ണ് ഈ സംഭവം അറിഞ്ഞാൽ പിന്നെന്താണ്ടാവാ? എന്താണ്ടാവാ? വന്തശറത്ത്, അതങ്ങ് പരക്കും. അതപ്പോഴേ പരന്നു. അതായത് സലീഹയുടെ വീട്ടിലെ വേലക്കാരിയാണ് സംഭവം അറിഞ്ഞത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണും. പിന്നെ പറയാൻ വേണ്ട, ആ കലവും ചൊട്ടി അവൾ ഇട്ടിട്ട് തന്നെ നേരെ അടുത്ത വീട്ടിലേക്ക് പോകും. അറിഞ്ഞോ? എന്താ തുടങ്ങി. പിന്നെ അങ്ങനെ അത് ആകാശവാണിയായി അങ്ങനെ പരക്കും. അത് സ്വാഭാവികമാണ്. ഇത് വലിയ വലിയ കുടുംബങ്ങളാണ് അത്രേ. അതായത് പ്രഭു കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുകയാണ്. അങ്ങനത്തെ പ്രഭു കുടുംബങ്ങളിലെ പെണ്ണുങ്ങൾ പരസ്പരം അറിയാൻ തുടങ്ങിയാലും പിന്നെ അതിങ്ങനെ കേട്ടിങ്ങനെ അടുക്കളയിലെ അന്തർജനങ്ങൾ അതിങ്ങനെ പരത്തി അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഖാല നിസ്വത്തുൻ ഫിൽ മദീന, ആ മഹാനഗരിയിലെ പെണ്ണുങ്ങൾ അവർ പറഞ്ഞു, ഇംറഅത്തുൽ അസീസ് തുറാവിദു ഫതാഹ അൻ നഫ്സി. ഒരു അതിശയാണല്ലോ. ഇംറഅത്തുൽ അസീസ്, അസീസ് മിനിസ്റ്റർ എന്നൊക്കെ പറയാവുന്ന പദവിയാണ്. രാജകുമാരന്റെ ഭാര്യ തുറാവിദു ഫതാഹ, അവളുടെ അടിമച്ചെറുക്കനെ പ്രേമിച്ചു. അത് മോശമാണല്ലോ. അതാണ് ആ പ്രയോഗത്തിന്റെ രീതി. അതാണ് തുറാവിദു ഫതാഹ, അവളുടെ അടിമച്ചക്കനെ പ്രണയിച്ചു. അൻ നഫ്സി, അതൊരു വളരെ മോശമായ ഒരു രീതിയാണ്. വേറെ ആരെയും കിട്ടിയില്ല അവന്. എന്ത് വെക്ക് പറ്റിയത്? ഇതൊക്കെ പിന്നെ അതിന്റെ ബാക്കിയാണ്. അതൊന്നും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, ഖുർആൻ ഉദ്ധരിക്കാൻ പറ്റില്ല. ഖുർആൻ മാന്യമായ ഒരൊറ്റ ഭാഷയിൽ അവസാനിപ്പിച്ചു. ബാക്കി അവിടെ എങ്ങനെ എന്താകും? പറഞ്ഞോളും. ഇവൾക്ക് വേറെ പണിയിലായിരുന്നോ? എന്തൊക്കെയാണ് അങ്ങനെ അങ്ങ് പറഞ്ഞു തുടങ്ങാണ്. തുറാവിദു ഫതാഹ. ഇവിടെ ഇവളുടെ അടിമ എന്ന് പറയുന്നിടത്ത് തഫ്സീറുകളിൽ കാണാം, ഇവിടെ ശരിക്കും ഈ ഒരു സാമൂഹിക രീതി ഉണ്ടായിരുന്നു. അത് പിന്നെ അവസാന കാലം വരെയും ഉണ്ട് യഥാർത്ഥത്തിൽ. അതായത് അടിമ സമ്പ്രദായത്തിൽ അടിമയുടെ ഒരു മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അടിമ എപ്പോഴും ഒരു അടിമ ബോധത്തോടെ ജീവിക്കുന്ന ആളാണ്. യജമാനയുടെ മുമ്പിലും അവർക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് യജമാനയുടെ ശരീരഭാഗങ്ങളിൽ അവർ രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണാ രീതി ഉണ്ടല്ലോ സ്ത്രീകൾക്ക്. അതായത് ഒന്ന്, അവർക്ക് കാണൽ അനുവദനീയമായവരുടെ മുമ്പിൽ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകണമെന്നൊന്നുമല്ല, അനുവദിക്കപ്പെട്ടത് അവരുടെ പിന്നെ മുട്ടുപൊക്കിളുകൾക്കിടയിലുള്ള പിന്നെ ശരീരഭാഗങ്ങൾ മറച്ചാലും മതിയാവുന്ന അവസ്ഥയാണ്. അതിനേറെ അവരുടെ ഈ പിന്നെ മൊത്തം ഭാഗങ്ങളും മറക്കേണ്ടി വരുന്നത് അന്യ പുരുഷന്റെ മുമ്പിലാണ്. ഭർത്താവിന്റെ മുമ്പിലൊന്ന്, കാണൽ ഹലാലായവരുടെ മുമ്പിലൊന്ന്, അന്യ പുരുഷന്മാരുടെ മുമ്പിലൊന്ന്. 3 രീതിയിലാണ് അവരുടെ അകത്ത് പോകുന്നത്. അതിനർത്ഥം അങ്ങനെ ആകണമെന്നല്ല, പക്ഷെ അത് ഹലാലാണ്, അനുവദനീയമാണ് എന്നർത്ഥം. അതിൽ ഈ കാണൽ ഹലാലായവർ പിതാവ്, സഹോദരന്മാർ, അമ്മാവൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ്. ഇവരുടെ കൂട്ടത്തിൽ ഈ അടിമച്ചക്കനും അതിൽപ്പെട്ടയാളാണ്. മനസ്സിലായോ? അടിമ. എന്തുകൊണ്ടെന്നാൽ അങ്ങനത്തെ ഒരു അടിമ ബോധം അവിടെ നിലനിന്നിരുന്നു എന്നുകൊണ്ടാണ്. ശരിക്കും അവിടെ ഒരു വല്ലാത്തൊരു ഇത് തോന്നും. കാരണം വെച്ചാൽ
ഈ അടിമക്ക് എന്ത് കാര്യമുണ്ട് ഇവിടെ എന്നൊരു ചോദ്യം വന്നേക്കാം. പക്ഷെ അടിമ എപ്പോഴും ആ ഒരു അടിമ ബോധത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ അനുവദിക്കപ്പെട്ടോടത്ത് ഇതും അനുവദിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. അതിനർത്ഥം മറ്റൊരു തലങ്ങളിലേക്ക് പോകുന്നതല്ല. അതായത് പിന്നെ ഇങ്ങനെ വേഷവിധാനങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് ഈ സ്വാതന്ത്ര്യം ഇവിടെ കൊടുക്കപ്പെടുന്നു. അതേസമയം അല്ലാതെ കൊടുക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തിൽ ഖുർആൻ ഇല്ലാമാ ലഹറ മിൻഹ എന്ന് പറയുന്നുവെങ്കിലും അത് വിശദീകരിക്കുന്ന ഫുഖഹാക്കൾ എല്ലാ ഭാഗവും മറക്കണം എന്ന് വരെ നിർബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് 3 തലങ്ങളിലാണ് അവരുടെ ഔറത്തുകൾ അങ്ങനെ പറഞ്ഞു തീരുന്നത്. അപ്പൊ അവിടെ ഈ അടിമക്ക് എവിടെ വരാം? ഇവരുടെ പിന്നെ ജീവിതത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ സലീഖയ്ക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അടിമ എന്ന നിലയിൽ ഈ അസീസ് രാജാവ് കൊടുത്തതാണ്. നിനക്കൊരു അടിമ വേണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു അടിമയെ കൊടുത്തതാണ്. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് അത്രേ, നീ അടിമയെ എങ്ങനെയാണ് നീ കാണുന്നത്? ഞാൻ എന്റെ മകനെ പോലെ കാണുന്നു. അങ്ങനെയാണ്, എന്റെ മകനെ പോലെ കാണുന്നു. ഇവിടൊക്കെ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്നതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. സഹോദരനെ പോലെ കാണുന്നുണ്ട് അല്ലെ? ഞാൻ എന്റെ സഹോദരനെ പോലെ കാണുന്നുണ്ട്. എവിടെ? അങ്ങനെ ഇല്ല. അന്യൻ തന്നെ. ഒരിക്കലും അവൻ ആരാവാനാവില്ല. അതതിന്റെ എത്രയേറെ ആണെങ്കിലും അതിനെ ഒരു വരമ്പിൽ നിർത്തേണ്ടതുണ്ട്. അതിലേറെ നമ്മളവിടെ എന്തേ ഇങ്ങനെ സങ്കുചിത്വം എന്ന് തോന്നും? സങ്കുചിത്തല്ല, അത് പ്രകൃതിയാണ്. അല്ല, ഇസ്ലാമിന് മാത്രമാണോ ഇങ്ങനെ ഒരു സങ്കുചിത ബോധം? സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുമ്പോഴൊക്കെ എന്തോ അപകടം നടക്കുന്നു എന്നൊക്കെ വിചാരിച്ചു പോകുന്നതാണ്. എനിക്ക് മനസ്സിലായില്ല. ഇവർ ഈ പറയുന്ന തുറന്നിട്ട സംസ്കാരത്തിലേക്ക് എത്തിയ നാടുകളിലെ അവസ്ഥകൾ എത്ര മോശമാണ്. പണ്ടല്ലേ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നയനാര് പറഞ്ഞില്ലേ, എന്താ അമേരിക്കയിൽ അത് ചായ കുടിക്കണ മാതിരിയാണ് അല്ലെ? അമേരിക്കയിൽ എന്താ കാരണം? അമേരിക്കയുടെ സംസ്കാരത്തിൽ അങ്ങനെയാണ്. ഒരു തുറന്നിട്ട സംസ്കാരത്തിന്റെ മുമ്പിൽ അങ്ങനെ പറ്റൂ. അപ്പൊ പിന്നെ ഇതൊന്നും ലോകത്തില്ല എന്നാണോ? അങ്ങനെ ആരാ പറഞ്ഞത്? നിയന്ത്രിതമായ അവസ്ഥയിൽ പോലും മനുഷ്യജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ആപത്തുകൾ കാണാതെയല്ല ഈ ദീൻ ഇത് നിഷ്കർഷിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നിയന്ത്രിതമായ ഒരു സാമൂഹിക ചുറ്റുവട്ടത്തിൽ പോലും തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ സ്വഹാബത്തിനിടയിൽ പോലും ഉണ്ടായില്ലേ? പക്ഷെ അവിടെയെല്ലാം ആ തെറ്റുകൾ വളരെ പരിമിതമാവുകയും ഈ തുറന്നിട്ട സംസ്കാരത്തിൽ അത് അപകടകരമാം വിധം വലുതാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടല്ലേ ഇന്ന് കേരളം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എവിടെയാണ്? ഈ പ്രശ്നമാണല്ലോ. പീഡനം സകലയിടത്തും പീഡനം. അപ്പൊ അതിനെല്ലാം നിശ്ചയിച്ചു വെക്കപ്പെട്ട ഒരു കൃത്യമായ ഒരു വരമ്പ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു തന്നു. അതിൽ ബോധമുണ്ടാകണം. വദ്ദുൽ ബസർ എന്ന് പറയുന്നതാണ്, നിങ്ങൾ കണ്ണുകൾ അടക്കണം എന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. കണ്ണടക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയിലേക്ക് നോക്കുന്നോടത്തും പുരുഷനിലേക്ക് നോക്കുന്നോടത്തും ഉണ്ടാകേണ്ട ഒരു സാമാന്യമായ ഒരു പിന്നെ സൂക്ഷ്മത പാലിക്കണം എന്നാണ്. അപ്പൊ അതെല്ലാം നിശ്ചയിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ സ്ത്രീയും പറയുന്നതാണ്, എന്റെ മോനെ പോലെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പറയുകയാണ് ഇവിടെ സലീഖ. ആ സലീഖയാണ് ഇങ്ങനെ ഒരു ചെയ്തത് എന്ന് പറയുന്ന വളരെ മോശമായ ഒരു ഏർപ്പാടിനെ കുറിച്ചാണ് ആര് പറയുന്നത്? മദീനയിലെ പെണ്ണുങ്ങൾ പറയുന്നത്. നിസ്ബത്തുൽ മദീന. ആ പെണ്ണുങ്ങൾ പറയുന്നത് മദീന എന്ന് പറഞ്ഞ ആ മദീനയല്ല, പട്ടണത്തിലാണ്. ഇത് മദീനത്തു റസൂലാണ്, റസൂലുള്ളാഹിയുടെ മദീനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീനക്കുണ്ടായിരുന്ന നേരത്തെയുള്ള പേര് യസ്രിബ് എന്നായിരുന്നു. ആ പേരിനൊരു ഒരു അഭംഗി, അതിലുള്ള ചില അശുഭതകൾ ഉള്ളത് കൊണ്ട് ആ പേര് മാറ്റി റസൂലുള്ളാഹി മദീന എന്ന് പേരിട്ടു. അത് മദീനത്തുൻ നബവിയാണ്. അത് പുണ്യനബിയുടെ മദീനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോകാനും നിരന്തരം കാണാനും അല്ലാഹു തൗഫീഖ് ചെയ്യണം. അത് മറ്റൊരു പ്രേമം അല്ലെ? ആ പ്രേമത്തിലേക്ക് അല്ലാഹു നമ്മൾ എത്തിക്കട്ടെ. വഖാലത്ത് നിസ്വത്തുൻ ഫിൽ മദീന ഇംറാത്തുൽ അസീസ് തുറാബിദ് ഫതാഹാ അൻ നഫ്സിഹി ഖദ് ശഗഫഹാ ഹുബ്ബ. അവക്കെന്താ ഭ്രാന്തായോ? ഖദ് ശഗഫഹാ ഹുബ്ബ. അവളാകെ നിറച്ചേക്കാണ്, പ്രേമം നിറച്ചേക്കാണ്. ഷഗഫ എന്ന് പറഞ്ഞ ഒരുതരം ഭ്രാന്തമായ അഭിനിവേശമാണ്, ഭ്രാന്ത് പിടിച്ച മനസ്സാണ് ഷഗഫ്. ഷഗഫ്ന ഖൽബി എന്ന് പറയുന്നത് ഇംറുൽ ഖൈസ്. അമറു അല ജിദാരി ദിയാരി ലൈല യുഖബ്ബിലു ദൽ ജിദാര ഫദൽ ജിദാര
വലാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ രസകരമാണ് കഴിഞ്ഞ കാലത്തെ ഈ അറബ് സാഹിത്യത്തിലെ കവിതകൾ. അമുറു അലാ ജിദാരി ദിയാരി ലൈല. ലൈല കേട്ടല്ലേ? ലൈലയുടെ പിന്നെ വീട്ടുപടിക്കലെ മതിലിന്റെ ചാരെ ഞാനിങ്ങനെ നടക്കുകയാണ്. അമുറു അലാ ജിദാരി ദിയാരി ലൈല തുഖബ്ബിലു ദൽ ജിദാറ ഫദൽ ജിദാറ. ഞാൻ ആ മതിലിങ്ങനെ ഓരോന്നും ചുംബിച്ചു പോവാൻ. വലാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി. മതിലുകളോടൊന്നും എനിക്ക് പ്രേമമില്ല. മതിലുകളെ പ്രേമിച്ചിട്ടുമല്ല ഞാൻ അങ്ങനെ ചുംബിക്കുന്നു. വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുത്തിയുണ്ട്, അവളോടുള്ള സ്നേഹമാണ്. അതാണ് ശഗഫ്ന. ശിഗാഫ് അഭിനിവേശത്തോടുകൂടെയുള്ള, അതായത് മറ്റൊന്നുമില്ല, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രേമം, ഹൃദയഭിത്തികളിൽ തറഞ്ഞു നിൽക്കുന്ന പ്രേമം. അതിനാണ് ശിഗാഫ് എന്ന് പറയുന്നത്. ഖദ് ശഗഫഹ ഹുബ്ബ. അവളെ ആകെ നിറച്ചു നിർത്തിയിരിക്കുകയാണ് പ്രേമം എന്നാണ്. അതിന്റെ മധുരമുള്ള ഒരു പ്രേമമുണ്ട്. ലൗകികമായ മധുരമുള്ള പ്രേമവും ഹലാലായ പ്രേമമാണ്. മറ്റൊന്ന് അതിനേക്കാൾ അനവദ്യ സുന്ദരമായ പ്രേമമാണ്. എങ്ങോട്ട് പോണതാണത്? അത് നേരത്തെ പറഞ്ഞ മദീനയിലേക്ക് പോകേണ്ടതാണ്. അങ്ങോട്ട് അള്ളാഹു എത്തിക്കട്ടെ. നേരത്തെ പറഞ്ഞ മദീനയിലേക്കുള്ള പ്രേമം, അവിടെയുള്ള മദ്യചഷകങ്ങൾ കുടിക്കാൻ മോന്താനുള്ള പ്രേമം, അതല്ലേ മഹാനായ ഉമർ ഖയ്യാം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മദീനയിലെ മദ്യചഷകങ്ങളെ കുറിച്ച് പാടിയിരുന്നു. മദീനയിലെ മദ്യം പ്രേമത്തിന്റെ മദ്യമാണ്. അത് പുണ്യ റസൂലിനോടുള്ള പ്രേമത്തിന്റെ മദ്യമാണ്. ആ മദ്യം ലൗകികമായ മദ്യമല്ല. അങ്ങനെ കരുതിയ യൂറോപ്യർ ഉമർ ഖയ്യാമിന്റെ പേരിൽ ബാർ തുടങ്ങിപ്പോയി. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉമർ ഖയ്യാം പാടിയത്. അത് സയ്യിദുർ റസൂലിനോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മദ്യം കുടിച്ചതിനെ കുറിച്ചാണ്. ആ പ്രേമമധുരം കുടിച്ചാൽ പിന്നെ ലൗകിക ജീവിതത്തിന്റെ മറ്റു പ്രേമങ്ങളിലേക്ക് അഭിരമിച്ചു പോകാത്ത വിധം അയാൾ അങ്ങനെ അങ്ങ് അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് സ്നേഹത്തിന്റെ ആ ഒരു വഴിയിലേക്ക് തന്നെ എത്തിപ്പോകും. അവിടെയാണ് യഥാർത്ഥ പ്രേമം. അത് കടന്ന് അള്ളാഹുവിലേക്കുള്ള പ്രേമം, ജലാലത്തിന്റെ ആ സൗന്ദര്യത്തെ പ്രേമിക്കുക. പിന്നെ ഒന്നുമില്ല അവന്, പിന്നെ ഒന്നും അവൻ അറിയണ പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്ക് അങ്ങ് ചിന്തിച്ച് അള്ളാഹുവിന്റെ ചിന്തയിലേക്ക് എത്തിപ്പോകുന്ന ഒരു മനസ്സിലേക്ക് അവൻ പോകും. അവന് പിന്നെ ലൗകിക ജീവിതത്തിന്റെ ഒരു സൗന്ദര്യവും ഒരു പ്രധാനമല്ല. ഏറ്റവും നല്ല സൗന്ദര്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, സൂര്യൻ അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ ചന്ദ്രൻ എന്ത് പ്രകാശം? ചന്ദ്രന് പ്രകാശം ഉണ്ടാകണമെങ്കിൽ സൂര്യൻ വേണ്ടേ? ഈ സൂര്യൻ തന്നെ തന്റെ അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ ചന്ദ്രനെ കുറിച്ച് ആരാണ് ആലോചിക്കുക? അവിടെ ചന്ദ്രന്റെ സൗന്ദര്യത്തെക്കാളും ഈ സൂര്യതാപവും അതോടൊപ്പം സൂര്യന്റെ പ്രതാപത്തിന്റെയും മുമ്പിൽ നിൽക്കുകയാണ് ഒരാളെങ്കിൽ പിന്നെന്ത് ചന്ദ്രൻ, എന്ത് നക്ഷത്രങ്ങൾ? അതുപോലെയാണ് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ, അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ അറിയുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള പ്രേമത്താൽ അങ്ങ് അഭിരമിക്കുമ്പോഴുണ്ടാകുന്നത് ആ ഒരു ബോധാണ്. ഇവിടെ ഇത് കേവല ലൗകികമായ ഒരു പ്രേമം മാത്രമാണ്. അതാണ് ഖദ് ശഗഫഹ ഹുബ്ബൻ. അവളെ ആകെ അങ്ങ് നിറച്ചു വെച്ചിരിക്കുകയാണ് ആ പ്രേമം. ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ. നമ്മൾ നിശ്ചയമായും അവളെ കാണുന്നത് വളരെ മോശമാണെന്നാണ്. അതാ ഇതിന്റെ അർത്ഥം എന്താ അറിയോ? അത് ഈ ഏത് പെണ്ണുങ്ങൾക്കും ഏത് പുരുഷനുണ്ടാവുന്ന രീതിയാണ്. മറ്റൊരുത്തൻ തെറ്റ് ചെയ്താൽ ഇവൻ ആരാണ്? മഹാവിശുദ്ധനാണ്. മറ്റൊരുത്തൻ തെറ്റ് ചെയ്താൽ നമ്മളാരാ? മഹാവിശുദ്ധന്മാരാണ്. നമ്മൾ ആ വിശുദ്ധിയുടെ ബോധത്തോടു കൂടെയാണ് പിന്നെ അവനെ കുറ്റം പറയാം. ഇങ്ങോട്ട് ഒന്ന് ചൂണ്ടിയിട്ട് ഞാനാണെങ്കിലോ, അതാരും എന്ത് ചെയ്യണില്ല. അതാണ് ഈ കുറ്റം പറച്ചിലുകളുടെ മനഃശാസ്ത്രം തന്നെ. അതാണ് ഞാൻ ശുദ്ധനാണ്, അവനാണ് ഇന്നാല നറാഹ ഫീ ളലാലിൻ മുബീൻ. വളരെ മോശാണ് അവൾ ളലാലും മുബീനിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ളലാലും മുബീൻ, വളരെ വഴികെട്ടിയിരിക്കുന്നു അവൾ എന്ന് നാം കാണുന്നു. പെണ്ണുങ്ങളൊക്കെ കൂടി അങ്ങനെ പ്രമേയം പാസാക്കുന്നു എന്ന് കേൾക്കുമ്പോ ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅതദത് ലഹുന്ന മുത്തകഅൻ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സകീന. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഈ ടൗണിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇവക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? എത്ര മോശമായി പോയി. വളരെ ബുദ്ധിമതിയാണ് സലീഹ. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന, ഇവരുടെയൊക്കെ ഈ ഗൂഢാലോചനയും ഇവരുടെ വർത്തമാനങ്ങളും ചതിയുമെല്ലാം മനസ്സിലാക്കിയപ്പോൾ, ഇത് ചതി എന്നാണ് അവിടെ പ്രയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് കൂടി കാര്യം മനസ്സിലായിരുന്നുവെങ്കിൽ ഇവർ ഫീ ളലാലിൻ മുബീൻ എന്ന പ്രമേയം പാസാക്കില്ലായിരുന്നു. എന്താ ളലാലിൻ മുബീൻ?
ഇവൾ വൃത്തികെട്ടവളാണ്, ഇനി ഇവളുടെ അടുക്കലേക്ക് പോകേണ്ടതില്ല, ഇവൾ അസീസ് രാജാവിനെ ചതിച്ചവളാണ്, ഇത്ര വൃത്തികേട് ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുമോ എന്നൊക്കെയാണ് ആര് ചോദിക്കുന്നത്? ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ആലോചിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആലോചിക്കേണ്ടത്, ഇത്ര സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഇവർ കണ്ടിരുന്നുവെങ്കിൽ ഇമാതിരി വർത്തമാനം ആര് പറയില്ലായിരുന്നു? ഈ പെണ്ണുങ്ങളും പറയില്ലായിരുന്നു എന്ന് തന്നെയാണ് ആര് ചിന്തിക്കുന്നത്? സലീഹ ചിന്തിക്കുന്നത്. അതാണ് സലീഹ ഫലമ്മ സമയത്ത് ബിമക്രിഹിന്ന, ഇവരുടെ ചതിയെ കുറിച്ച് കേട്ടപ്പോ, അള്ളാഹുവാണ് അത് പറയുന്നത്, ഇവരുടെ ചതിയെ കുറിച്ച് കേട്ടപ്പോ കാര്യങ്ങളെ വേണ്ടവണ്ണം അന്വേഷിച്ചിട്ട് വേണം ആരെന്താക്കാൻ, കുറ്റപ്പെടുത്താൻ. എന്തായിരുന്നു അയാളുടെ സാഹചര്യം എന്നൊന്നും മനസ്സിലാക്കണമായിരുന്നു. വ്യക്തമായൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലാവാം, പക്ഷെ ഇത് സാഹചര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ചാടി ആ വിഷയത്തിലേക്ക് എത്തുന്നു. അതാണ് അവിടെ ഒരു മക്ർ നടക്കുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നത്. അർസലത്ത് ഇലൈഹിന്ന, അവൾ ആളയച്ചു. വഅതദത് ലഹുന്ന മുത്തക്കഅൻ, വീട്ടിൽ ചാരി ഇങ്ങനെ കിടന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള സെറ്റുകളൊക്കെ അവൾ തയ്യാറാക്കി വെച്ചു. മുത്തക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ഡൈനിങ് ടേബിൾ എന്ന് ചിലടത്ത് കാണാം. അതല്ല, ഇങ്ങനെ ചാരിക്കിടക്കാൻ പറ്റിയിട്ട് ചാരിക്കിടന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വളരെ രാജകീയമായ ഒരു രീതിയാണ്. അങ്ങനെ അതൊക്കെ അവൾ തയ്യാറാക്കി വെച്ചു. വാതത്ത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സകീന, അവള് ഭർത്താവിനോട് തന്നെ ആദ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തയ്യാറാക്കാൻ. അവനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വർത്താനം പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഇതെല്ലാം പറയുമ്പോ അതൊക്കെ കേൾക്കാനേ അയാൾക്ക് കഴിയുന്നുള്ളൂ. അയാൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആളത് കേട്ടു. അതുകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട വലിയ സദസ്സുണ്ടായി. ആ സദസ്സിലേക്ക് ഇവരെല്ലാം വന്നു. വാത്തത്ത് കുല്ലവാഹിദത്തിൽ സിക്കീനൻ, എന്ത് കൊടുത്തു? ഒരു സിക്കീൻ കയ്യിൽ കൊടുത്തു, ഒരു കത്തി കയ്യിൽ കൊടുത്തു. ഓരോ പെണ്ണിന്റെയും കയ്യിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊടുത്തു. നല്ല ആപ്പിൾ പോലെ ഉള്ള പഴങ്ങളും കൊടുത്തു. വഖാലത്ത് ഉഖ്റുജ് അലൈഹിന്ന, എന്നിട്ട് ഇവിടെ നന്നായി ഏർപ്പാടാക്കി നിർത്തിയിരുന്നു യൂസുഫിനെ അലൈഹിസ്സലാം. യൂസുഫിനെ നന്നായി ഭംഗിയാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചു നിർത്തി. എന്നിട്ട് ലാസ്റ്റ് ഉണ്ട് അവളോട് അദ്ദേഹത്തോട് വരാൻ പറയാൻ പറഞ്ഞു. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അത് നിർവാഹമില്ല കേൾക്കാതിരിക്കാൻ. അങ്ങനെ യൂസുഫ് വന്നു. ഈ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്ന വിധം അതീവ സുന്ദരനും യുവകോമള ഗാത്രനായ യൂസുഫ് അലൈഹിസ്സലാം ഈ സ്ത്രീകളുടെ മുമ്പിലേക്ക് എത്തി. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന അയ്ദിയഹുന്ന വഖുൽന ഹസ ലില്ലാഹ് മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഫലമ്മാ റഅയ്നഹു, ആ സ്ത്രീകൾ അതിനെ കണ്ടപ്പോ, യൂസുഫിനെ കണ്ടപ്പോ, അക്ബർനഹു, എന്തൊരു അതിശയമേ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അക്ബർനഹു, ആ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിൽ വഖത്തഅന അയ്ദിയഹുന്ന, ഇങ്ങനെ ആപ്പിൾ മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് മുറിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. നോക്കി അവസാനം ഈ കൈ മുറിച്ചു. അവരുടെ എല്ലുകൾ മുറിഞ്ഞു എന്നാണ്. കൈ മുറിയാന്ന് പറഞ്ഞാൽ വലിയ ഇതുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലിലേക്ക് എത്തിയത്. എന്നിട്ടും വിടല്ല, അത് മുറിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാണ് വഖുൽന ഹസ ലില്ലാഹ്, പടച്ചോനെ, മാ ഹാദാ ബശറൻ, ഇത് മനുഷ്യനല്ല കേട്ടോ, ഇത് മനുഷ്യനല്ല. ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതേതോ മലക്കാണ്, ഇത്ര സുന്ദരനായൊരു മനുഷ്യനുണ്ടാവുമോ? ഇവരാകപ്പെടി വിട്ടു. സലീഹ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. കൊള്ളാം, അതൊറ്റ കണ്ടിട്ടുള്ളൂ. അപ്പൊക്കും കൈയും മുറിച്ചു, കാലും മുറിച്ചു. പിന്നെ പറയണതിനൊന്നും ഒരു കണക്കൂല. ഞാൻ മനുഷ്യനാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് മനുഷ്യരല്ല, ഇത് ആകാശത്ത് ഇറങ്ങിയെന്ന മലക്കാന്ന് വരെ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ എന്നിട്ട് പിന്നെ എന്നെ കുറ്റം പറയാൻ, എന്നെപ്പറ്റി ഇങ്ങനെ വലിയ മോശമായിട്ടൊക്കെ പറഞ്ഞു. അപ്പോ അവളെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകള് ഒറ്റ വട്ടൊന്ന് കണ്ടുള്ളൂ. അപ്പൊക്കെ എന്തായി? അക്ബർനഹു, കണ്ടപാടെ അക്ബർനഹു, വലുതാക്കി തന്നെ അവർ കണ്ടു എന്നാണ്. വലുതാക്കി കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ അങ്ങ്, എന്തൊരു അതിശയം, ഇത് ആകാശത്ത് നിറങ്ങിയോ എന്ന നക്ഷത്രമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ കത്തഴിന ഐഡിയവുന്ന, കൈയൊക്കെ എന്ത് ശരിക്കും മുറിച്ചു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ, ഈ ചില പ്രയോഗങ്ങൾ കുറച്ച് കൂട്ടി പറയുന്നിടത്ത് വഗല്ലഖ, അവിടെയും പറഞ്ഞില്ലേ വഗല്ലഖത്തിൽ അബ്വാബ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അവിടെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് വേണമെങ്കിൽ ഗല്ലഖ പറഞ്ഞാൽ മതിയായിരുന്നു, ഇന്ന് അടച്ചു എന്നേ അർത്ഥം വരുള്ളൂ, വാതിലുകൾ അടച്ചു എന്നേ അർത്ഥം വരുള്ളൂ. അങ്ങനെയല്ല,
എല്ലാം വാതിലും ഭദ്രമായിട്ട് അടച്ചു എന്ന് വരാൻ വേണ്ടി തന്നെയാണ് വല്ലക്ക പറഞ്ഞത്. അതുപോലെ ഖത്തഅഇദിയഹുന്ന എന്ന് പറഞ്ഞാൽ ഖത്തഅന ഐദിയഹുന്ന എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഖത്തഅന ഐദിയഹുന്ന എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിരുന്നു? കൈ മുറിച്ചു എന്നർത്ഥം വന്നേനെ. അങ്ങനല്ല, അതങ്ങോട്ട് മുറിച്ചു. എന്ത് ചെയ്തു? അത് മുറിച്ച് ചോര വന്ന് വേദന വന്നിട്ട് ഇത്തുങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. അങ്ങോട്ട് മുറിച്ചു. അതുണ്ടായത്. അള്ളാഹുവിലേക്കാണ് അഭയം. മഹാദാ ബശറ, ഇത് മനുഷ്യനല്ല കേട്ടോ, ഇത് മനുഷ്യനല്ല. ഇൻഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മലക്കാണ്, ബഹുമാന്യനായ സുന്ദരനായ മലക്കാണ്. ആകാശത്ത് ദൈവം ഇങ്ങനെ ഇറക്കിയ ഒരു സുന്ദരനായ മലക്ക് തന്നെയാണ്. ഇങ്ങനെ വേഷം ധരിച്ച, ഇങ്ങനെ ഒരു മനോഹരമായ ഗാത്രമുള്ള, ശരീര സൗഷ്ഠവമുള്ള, ആകാര സൗഷ്ഠവമുള്ള, സൗന്ദര്യമുള്ള ഒരു പുരുഷനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത് മനുഷ്യനല്ല. കാലത്ത് എന്ത് ചിരിയായിരിക്കും അപ്പൊ ആർക്കുണ്ടാവുക? സലീഹക്കുണ്ടാവുക. കാലത്ത് അവള് പറഞ്ഞു, അതേടി പെണ്ണുങ്ങളെ, ഈ ചെറുക്കന്റെ കാര്യത്തിലാ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞത്. അങ്ങനല്ല അതിന് അർത്ഥം വെക്കേണ്ടത്. അതേടി പെണ്ണുങ്ങളെ, ഈ ചെറുക്കന്റെ കാര്യത്തിലാ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞത്. ഈ മനുഷ്യന്റെ കാര്യത്തിലാ നിങ്ങൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇവള് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് നാണക്കേടായിരിക്കുന്നു. പ്രഭു കുടുംബത്തിന് നാണക്കേടായിരിക്കുന്നു. രാജ കുടുംബത്തിന് നാണക്കേടായിരിക്കുന്നു. നമ്മുടെ വർഗത്തിന് തന്നെ നാണക്കേടായി. ഒരു അടിമച്ചക്കന്റെ പിന്നാലെ പോവുകയാണോ ഈ പെണ്ണെന്നൊക്കെ പറഞ്ഞത് ഈ ചെറുക്കന്റെ കാര്യത്തിലാണ്. അവളങ്ങ് പ്രഖ്യാപിക്കുക. പിന്നെ ഒരു നാണമില്ലാതെ അങ്ങനെ തന്നെ തഫ്സീറുകളിൽ കാണാം. അവൾ നാണത്തിന്റെ ജിൽബാബുകൾ വലിച്ചെറിഞ്ഞു എന്ന് പറയും. അത് പറഞ്ഞാൽ അവൾ നാണത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു എന്നാണ്. അവൾ എന്നിട്ട് ഇന്ന് പറയാണ്, ഞാൻ അവനെ പ്രേമിച്ചു പോയി, ഞാൻ അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവനങ്ങ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പണിയിലാണ്. ഞാൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ അവനെന്താ ചെയ്യണത്? കേട്ടല്ലേ നിങ്ങൾ? ഇസ്മത്ത് തേടാൻ പോയി. അയാൾ രക്ഷപ്പെടാനുള്ള പണിയെടുക്കാൻ. ഞാൻ അയാളുടെ പിന്നാലെ പോകുമ്പോ അയാൾ എന്റെ അടുക്കെന്ന് പോകാൻ. ഇനിയും ഞാൻ പറയണത് അവൻ കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ കൊണ്ടുപോയി ഞാൻ ജയിലിലിടും. അവൻ വളരെ മോശമായി പോട്ടെ. ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടും അവൻ എന്നോടൊന്ന് തിരിച്ച് അങ്ങനെ ഒരു ഇഷ്ടം കാണിക്കാൻ അവൻ തയ്യാറല്ലെങ്കിൽ വല യുസ്ജനൻ. അത് പെണ്ണുങ്ങളുടെ എന്നല്ല, ലോകത്തെ എന്തിന്റെയും അവസാനത്തെ പണിയാണ് ഭീഷണി. ആദ്യം പ്രണയത്തിന്റെ പ്രലോഭനങ്ങൾ, അത് പറഞ്ഞു അവസാനം ഒന്നും നടക്കൂല എന്ന് കണ്ടാ പിന്നെ എന്തെടുക്കും? അടുത്ത പണി എന്താ? പിന്നെ ഭീഷണിയാണ്, ബ്ലാക്ക് മെയിൽ. ഇവിടെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലയുസ്ജനന്ന, ജയിലിൽ കൊണ്ടിടും. ജയിലിൽ കൊണ്ടിടാൻ മാത്രമുള്ള അധികാരം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്റെ അധികാരത്തിന്റെ പേടിയുടെ മുമ്പിൽ നീ നിന്നേ പറ്റൂ എന്ന് ആരോട് പറയുന്നു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോ. ഇവിടെ ഇങ്ങനെ പിന്നെ തഫ്സീറുകളിൽ കാണാം, എല്ലാ പെണ്ണുങ്ങളും പോയി ഇയാളെ ഉപദേശിച്ചു യൂസുഫ് നബീനെ അലൈഹി ഇസ്ലാം. സംഗതിയൊക്കെ ശരിയാണെങ്കിലും മോനെ, അവര് പറഞ്ഞെടുത്തില്ല ഒരു കാര്യം. അങ്ങനെയാണ് എല്ലാവരും പോയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ, ഇതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും അവരും പറഞ്ഞെടുത്തില്ലേ കാര്യം എന്ന് പറഞ്ഞിങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി. ചിലടത്ത് കാണാം, ഇത് തഫ്സീറുകളാണ് കേട്ടോ, ചിലടത്ത് കാണാം അല്ല, ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വിളിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ കൂടി യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആകെ ബുദ്ധിമുട്ടില്ലേ, വലിയ ഒരു സമ്മർദ്ദല്ലേ അത്. ഒരു ചെറുപ്പക്കാരൻ അധികാരങ്ങളോ കുടുംബമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന് എവിടെയെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ, അടിമ മാത്രമായി നിൽക്കുന്ന, അനുസരിക്കലല്ലാത്ത മറ്റൊന്നും തന്റെ മുമ്പിലില്ലാത്തൊരു ചെറുപ്പക്കാരൻ. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ന്യായങ്ങൾ കണ്ടെത്താമായിരുന്നോടത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായ മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തി. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ലത് നിങ്ങളാ പറഞ്ഞ ചെയ്ത് തന്നെയാണ്. ഖാല റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഖാല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എന്റെ തമ്പുരാനെ, എന്റെ നാഥ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം ആ ജയിലാണ്.
മിമ്മാ യദ്ഊനനി ഇലൈ, ഈ പെണ്ണുങ്ങൾ മുഴുവൻ കൂടി എന്നെ വിളിക്കുന്ന ഈ തെമ്മാടിത്തത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നീ എനിക്കൊരു ജയിലറ തന്നാൽ ആ ജയിലാണ് എന്റെ സൗഭാഗ്യം. ആ ജയില് മതി. ജയിലുകൾ അല്ലെ, തിന്മകൾക്കെതിരെയുള്ള ജയിലുകൾ മഹാന്മാരായ ശേഷവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ സൂഫിവര്യന്മാരില്ല ചരിത്രത്തിലും കാണാം. നല്ല പെണ്ണുങ്ങൾ വിളിക്കും, രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ വന്നപ്പോ ശരീരത്തിൽ മാലിന്യം കൊണ്ടുവച്ചിട്ട് ദുർഗന്ധം ഇങ്ങനെ പരന്നു. ആ ദുർഗന്ധത്തിൽ നിന്ന് അവൾ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഇയാളെ ഓടിക്കുന്നു, ഒരു ഭ്രാന്തനായി. അവസാനം അദ്ദേഹം ചെന്നു ചേരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തൊരു സുഗന്ധം, നീ വന്നപ്പോ എന്തൊരു സുഗന്ധം. മാലിന്യം സുഗന്ധമാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ പേടിച്ചിട്ട് ഓടുമ്പോഴാണ്. ഇത് തന്നെയാണ് സയ്യിദന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. റബ്ബിയസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, ഈ സ്ത്രീകൾ മുഴുവനും കൂടി എന്നെ വിളിക്കുന്ന ഈ തെമ്മാടിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു ജയിലാണ് തരുന്നതെങ്കിൽ അല്ലാഹുവേ, ആ ജയിലാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ധന്യത. അത് മതി എനിക്ക്, അവിടെ ജീവിച്ചോളാം ഞാൻ. അഹബ്ബു ഇലയ്യ വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വാകും മിനൽ ജാഹിലീൻ. അല്ലെങ്കിൽ പടച്ചോനെ നീ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ ഈ ചതിയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അസ്ബു ഇലൈഹിന്ന, ഞാൻ ഒറ്റപ്പെട്ട അവരുടെ അടുക്കലേക്ക് പോകേണ്ടി വരും. വാക്കും മിനൽ ജാഹിലീൻ, അവസാനം ഞാൻ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ലത് ഏത് തന്നെയാണ്? ജയിലാണ്. ആ ജയിലിലേക്ക് നീ എന്നെ കൊണ്ടുപോയിക്കോളൂ എന്നാണ് അവിടെ പറയുന്നത്. അള്ളാഹു അവന്റെ അടിമയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നതാണ്. ഇതിലൊക്കെ അള്ളാഹു അവന്റേതായ ചില ഹിക്മത്തുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. സ്ഫുടം ചെയ്തെടുത്ത്, അഗ്നിസാക്ഷിത്വം പോലെ സ്ഫുടം ചെയ്തെടുത്തൊരു വ്യക്തിത്വമായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആര് മാറ്റുന്നു? അള്ളാഹു മാറ്റുന്നു. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പരീക്ഷണമാണ്, ഒരു മനുഷ്യന്റെ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വലിയൊരു പരീക്ഷണ ഘട്ടം, വലിയൊരു അപവാദം ആയിഷ ബീവിയുടെ മുമ്പിലെത്തി. ആയിഷ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഇല്ലാതായ പോലെയായി. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും മിണ്ടാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നബി തിരുമേനി പോലും ആയിഷയെ സാന്ത്വനിപ്പിക്കാൻ എത്തുന്നില്ല. പനി പിടിച്ച് ആയിഷ വീട്ടിലേക്ക് പോയി. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടെ കിടന്ന് കരഞ്ഞു. അപ്പോ ഉമ്മ പറയുന്നുണ്ട്, മോളെ, സൗന്ദര്യമുള്ള ഏത് പെണ്ണും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേൾക്കേണ്ടി വരുന്ന ഒന്നാണ് ഏത്? സൗന്ദര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരീക്ഷണ ഘട്ടമാണ്. അത് ഇരുവർക്കും ഉണ്ടാകാം. അവിടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹു അക്കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തു. ഈ പെണ്ണിനെതിരെ, ഈ പതിവ്രതയായ പെണ്ണിനെതിരെ ചില ആളുകൾ എടുത്ത ആരോപണങ്ങൾക്ക് അള്ളാഹു മറുപടി കൊടുത്തു. ആ മറുപടി അള്ളാഹുവിന്റെ പ്രവാചകൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലായിരിക്കുമ്പോഴാണ് വഹി വന്നത്. ആ വഹി അള്ളാഹുവിന്റെ പ്രവാചകൻ കിട്ടിയപ്പോ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. പക്ഷെ ആയിഷ പറഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒറ്റക്ഷരം മിണ്ടണില്ല ആയിഷ ബീബി. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ചോദിച്ചത്, നീ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? റസൂലുള്ളാഹിന്റെ എന്താ പറയാത്തത്? എന്റെ പടച്ചോനല്ലേ എന്നെ ഈ കാര്യത്തിൽ നീക്കിയത്? എന്റെ എല്ലാ അപവാദങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ തമ്പുരാനല്ലേ? ആ സമയമൊക്കെ എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഒരു നിമിഷമെങ്കിലും വരായിരുന്നില്ലേ? അതൊന്നും ചെയ്യാതെ പെണ്ണുങ്ങളുടെ ഒരു ദേഷ്യാണത്. എത്ര വലിയ മനുഷ്യന്റെ മുമ്പിലാണ് അങ്ങനെ ഒരു കുശുമ്പ് ആര് കാണിക്കുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കാണിക്കുന്നത്. അൽഹംദുലില്ലാ, അത് അങ്ങനെ തികച്ചു പറഞ്ഞു കൊടുക്കണതിന്റെ ഒരു ഇതുണ്ടല്ലോ, അല്ലാഹു സ്തുതി അല്ലാഹു സ്തുതി അല്ലാഹു സ്തുതി, അങ്ങനെ ഉണ്ടല്ലോ. ആ പറച്ചിലിന്റെ എന്ത്? അതൊക്കെ നിന്റെ പറച്ചിലോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ വലിയ അർത്ഥമൊന്നും പറയേണ്ടതില്ല, അടന്നോ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യം ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത്, ഇതുവരെ ഞാൻ ഈ അനുഭവിച്ച അനുഭവങ്ങളുടെ മുമ്പിൽ ഒരാശ്വാസത്തിന് വന്നൂടായിരുന്നോ? അതുകൊണ്ട് എന്റെ പടച്ചവനോട് എനിക്ക് ആ കാര്യത്തിൽ ബാധ്യതയുള്ളൂ. ആയിഷ ബീവി അള്ളാഹു മോചിപ്പിച്ചു. അപവാദങ്ങൾ ഒരു മനുഷ്യൻ കേൾക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപകടകരമായ ഒന്നാണിത്. അപവാദം അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും മോശമായ ഒന്നാണിത്. ഒരു മനുഷ്യനെ അത് സത്യസന്ധനാണെങ്കിൽ അവനെ നീറ്റിക്കൊല്ലുന്ന ഒന്നാണിത്. അവനെയും അവളെയും അത്രയേറെ ഭീകരമാണിത്. قال ربي السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه. ചിതാ ഉത്തരം കൊടുത്തു. فصرف عنه كيدهن. ആ പെണ്ണുങ്ങളുടെ ചതിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. ഇന്നഹു ഹുവസ് സമീഉൽ അലീം.
അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനും അള്ളാഹു അറിയുന്നവനുമാണ്. അള്ളാഹു അവന്റെ അടിമയെ അതുകൊണ്ട് തന്നെ അത് രക്ഷപ്പെടുത്തി. സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി ലയസ്തുനന്നഹു ഹത്താ ഹീൻ. സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാത്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടപ്പോ ആർക്ക് മനസ്സിലായി കാര്യങ്ങൾ? അതെ, അവിടെ എല്ലാ ആളുകൾക്കൊക്കെ മനസ്സിലായി സംഭവം ഇതാണ്, ഇതിന്റെ സത്യം എന്ന് മനസ്സിലായി. അത് മനസ്സിലാവാതെ നേരെ കൊണ്ടുപോയി ജയിലിലിട്ടാലോ? നേരെ തിരിച്ചാണ് അതിന്റെ പ്രശ്നം ഉണ്ടാവുക. അതായത് ജയിലിലേക്ക് പോയി പോയതെങ്ങനെ? അവൻ അത്ര തരികിടയായതുകൊണ്ടാണ് പോയത്. കാരണം അവൻ പിന്നെ അസീസിന്റെ ഭാര്യയോടാണ് അവൻ ആവശ്യമില്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ നടത്തിയത്. വളരെ മോശമായില്ലേ? അതുകൊണ്ട് ആ ഖുർആൻ അവിടെ അത് നേരെ ജയിലിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഇവിടെ യൂസുഫ് നബി ആവശ്യപ്പെടുന്നത് എന്ത് വന്നാലും വേണ്ടില്ല ജയിലിലേക്ക് പോയാൽ മതി. കാരണം അത് ഒരു മനുഷ്യന്റെ ഇടങ്ങേറാണ്. ഇനി എന്തു കേട്ടാലും വേണ്ടില്ല പടച്ചവനെ രക്ഷപ്പെട്ട് ജയിലിലേക്കൊന്ന് പോയാലെങ്കിലും ഞാൻ അങ്ങനെയെങ്കിലും രക്ഷപ്പെടൂലോ എന്നാണ് ആര് പറയുന്നത്? യൂസുഫ് നബി പറയുന്നത്. പക്ഷെ പടച്ചോൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? പടച്ചോൻ പറഞ്ഞാൽ ഇത് ശരിയാവില്ല. അതുകൊണ്ടാണ് തുമ്മ ബദാലഹും, പടച്ചോൻ അവർക്ക് അത് വ്യക്തമായി എന്ന് പറഞ്ഞു തരികയാണ് ആദ്യം. തുമ്മ ബദാലഹും മാ മിൻ ബഅദി മാ റഅഉൽ ആയാതി. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടപ്പോ ഉറക്കം വരില്ലെന്ന് ശരിക്കും മനസ്സിലാവുന്നു. ഇതൊക്കെ കേട്ടാലും ഉറക്കം വരാന്ന് പറഞ്ഞാൽ ഉറക്കം വരണ്ടോ? ഞാനിങ്ങനെ കേട്ടു, അത് ശരിയാണെങ്കിൽ അത് എനിക്ക് കൂടി വേദന ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് എണീറ്റ് പോകലാണ്. അതായത് നിങ്ങൾ ഇവിടെ ഇരുന്ന് നോട്ടുകളൊക്കെ നോക്കുകയും വായിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഉണ്ടോ കുട്ടികളെ? നിങ്ങൾക്ക് അത്ര പരീക്ഷയുടെ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഞാനിവിടെ നിർബന്ധിക്കൂല. പക്ഷെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ എന്നോടല്ല അത് ചെയ്യുന്നത്. ആണോ? ഇത് അള്ളാഹുവിന്റെ കലാമാണ് അല്ലെ? അത് ആര് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ അത് എത്ര രസകരമാകുന്നു എന്നതൊന്നുമല്ല വിഷയം. അത് ആരുടെ മുമ്പിലാണ്? വിശുദ്ധ വചനങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. വിശുദ്ധ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും അള്ളാഹു നമ്മോടാണ് സംബോധന ചെയ്യുന്നത് അല്ലെ? ഈ ചരിത്രങ്ങളും ചരിത്രാംശങ്ങളും പറഞ്ഞു തരുന്നത് അള്ളാഹു നമ്മോട് സംബോധന ചെയ്തിട്ടാണ്. അപ്പോ നമ്മൾ ഹൃദയം തൊട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അതൊക്കെ മാറ്റിവെച്ച് ഒന്ന് വായിക്കുന്നത്. അതിന്റെ ബറക്കത്ത് കേട് മറ്റൊരു കാര്യം. കാരണം ഇതെല്ലാം ചെയ്തു തരേണ്ടവൻ ആരാണ്? ഉടമസ്ഥനാണ്. അള്ളാഹു തീരുമാനിച്ചാലേ നമുക്ക് ജയിക്കാനും ജീവിക്കാനും പറ്റും. എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഞാൻ ഇന്നലത്തെ ഒരു മരണം ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചു. പടച്ചോനെ, കൃത്യമായി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, എക്സസൈസ് പ്ലസ് അയാളുടെ പിന്നെ ഫീൽഡിന്റെ ഭാഗമായി അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ. രാവിലെ എഴുന്നേറ്റ് നടക്കുന്നു, അതിനുശേഷം വോളിബോൾ താരം എന്ന നിലയിൽ വീണ്ടും ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അതിനൊക്കെ ശേഷം ഗവർണറുടെ ഏറ്റവും അടുത്ത വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ വീണ്ടും ഗവർണറുടെ പിന്നെ രാജ്ഭവനിലെ ഓഫീസിൽ വരുന്നു. കടന്നു വീണ് മരിച്ചു പോകുന്നു. 52 തികയുന്നതിന് മുമ്പ് ആയുസ് തീരുന്നു. അപ്പോ എക്സസൈസിന് എന്ത് കാര്യം ഉണ്ടോ? ആയുസ്സും എക്സസൈസും തമ്മിൽ എന്ത് ബന്ധം? ആരോഗ്യശാസ്ത്രവുമായി എന്ത് ബന്ധം? എല്ലാം തീരുമാനിക്കേണ്ടവൻ തീരുമാനിച്ചേ പറ്റൂ. എല്ലാം തീരുമാനിക്കേണ്ടവന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയേ പറ്റൂ. എക്സസൈസ് ചെയ്യേണ്ടെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. അത് ജീവിക്കുന്നിടത്തോളമെങ്കിലും ശരീരത്തിന് സുഖകരമായ ജീവിതം കിട്ടാൻ നല്ലതാണ്. റസൂൽ ഇഷ്ടപ്പെട്ടതാണ്. നബി തിരുമേനി അങ്ങനെ പിന്നെ കായികമായി അധ്വാനിക്കാനും അത് ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു. നീന്തൽ സുന്നത്തായിരുന്നു. അപ്പോ അതൊന്നുമല്ല ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യമുണ്ട്. എല്ലാത്തിന്റെയും അവസാനത്തെ തീരുമാനത്തിന്റെ ഒപ്പ് ആരെടുക്കണം? അല്ലാഹു. അപ്പൊ നമ്മളിനി ഖുർആൻ ഓതുന്ന സമയത്തും ബുക്ക് വായിച്ചാലും തീരുമാനം ആര് തന്നെ തരണം? അല്ലാഹു തരണം. അപ്പോ അതൊന്നും വേണ്ട. നമ്മൾ നോക്കിപ്പോയ ഒരു ഭാഗത്തേക്ക് മാത്രം ക്വസ്റ്റ്യൻ വന്നാലോ? അങ്ങനെ സംഭവിച്ചൂടെ? ബറക്കത്തിന്റെ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോ നമ്മൾ അതിന്റെ ലാസ്റ്റ് ടൈമിൽ, അങ്ങനെയല്ല, പരീക്ഷയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അവസാനം നോക്കിയ ഒരു ഭാഗം ചെന്നണ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ചൈത്തണ് അല്ലെ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് ആര് തന്നെ തോന്നലാണ്? അത് ഉടമസ്ഥൻ ചെയ്യിപ്പിക്കുന്ന ഒരു പണിയാണ്.
ചിലപ്പോ ഒന്നും വേണ്ട, നമ്മൾ ആ പോയ ആ പോർഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വരാം. അത് റബ്ബിന്റെ ഒരു ബർക്കത്താണ്, അള്ളാഹുവിന്റെ ഒരു ഇൽഹാമാണ്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ജയിച്ചു പോരുന്ന അങ്ങനെയാണ്. അല്ലാതെ ഫുള്ള് നോക്കാനൊന്നും സമയം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ചിലപ്പോൾ നോക്കിയത് തന്നെ അവിടെ ഉണ്ടാവുമ്പോ അതങ്ങ് എഴുതിയാൽ മതിയാവും. പഠിക്കണ്ടെന്ന് പറയാനില്ല, എക്സസൈസ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലാത്ത പോലെ തന്നെയാണ് പഠിക്കണ്ടെന്ന് പറയാനില്ല. പക്ഷേ അതിനുവേണ്ടി ഇവിടെ ഇരുന്നും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അന്ന് വരണ്ടാന്ന് വിചാരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായോ? എവിടെ നോക്കിയോ ആരോ തരുന്നു എന്ന് മനസ്സിലായില്ലേ അല്ലേ? അതുപോലെ തന്നെ പലരും ഉറങ്ങുന്നു എന്നും പറയുന്നതും അതും വളരെ മോശമാണ്. ഉറങ്ങണ്ടോ? ഉണ്ടോ? ഇത്രേ ഈ സൈഡിൽ നോക്കണമാതിരി തന്നെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ആരും ഉറങ്ങിയാലും ഈ പറഞ്ഞതിന്റെ ഉത്തരവാദിത്വവും കൂടി ഏറ്റെടുക്കണം. മറുഭാഗത്ത് ഇവിടെ മറുഭാഗത്ത് ഉറങ്ങണ്ടെന്ന് ആരോ സ്ഥാപിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് മറുഭാഗത്തും ഉറക്കമുണ്ടാകരുത്. ഈ ഭാഗത്ത് ഇപ്പോ ആരും ഉറങ്ങുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് അള്ളാഹു കാക്കട്ടെ. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അള്ളാഹു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഫസറഫ അൻഹു കൈദഹുന്ന, അവരുടെ ചതികളിൽ നിന്ന് യൂസുഫ് നബിയെ അള്ളാഹു മാറ്റുകയും ചെയ്തു. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു കേൾക്കുന്നവനും ജ്ഞാനിയുമാണ്. തുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാത്ത്, ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ട് അവർക്കെല്ലാം വ്യക്തമായി യൂസുഫ് നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടു. ലയസ്തുനന്നഹു ഹത്താ ഹീൻ, പിന്നെ അവരെല്ലാവരും എടുത്ത മറ്റൊരു തീരുമാനം ഇതാണ്: യൂസുഫിനെ കൊണ്ടുപോയി ജയിലിലടച്ചാൽ ഇവളുടെ ശരീരിൽ നിന്ന് രക്ഷപ്പെടൂലോ, തൽക്കാലം അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് തീരുമാനമെടുത്തു. ഇവരുടെ നിർബന്ധവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രക്ഷയും രണ്ടുണ്ട്. ഇവർക്കൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തെ അങ്ങനെ തന്നെ അവഗണിക്കാൻ ഭരണമേധാവിത്വം തന്റെ കയ്യിലായതുകൊണ്ട് ആരെക്കൊണ്ട് കഴിയണമില്ല, കേൾക്കുന്നവർക്കൊട്ട് കഴിയണമില്ല. അകത്തെമ്മയാണ് പറയണത്, എന്ത് ഇവനെ കൊണ്ടുപോയി ജയിലിലടക്കണമെന്ന്. എന്നാൽ ഇവനെ ആരാണെന്ന നിരപരാധിത്വം ആർക്ക് ബോധ്യാവും ചെയ്തു? എന്നാൽ തൽക്കാലം ഏറ്റവും നല്ലത് അതാണെന്ന് ആർക്കും മനസ്സിലായി, കൊണ്ടുപോയി അടച്ചവർക്കും മനസ്സിലായി. അതാണ് അതിന്റെ ആ ഒരു രീതി. അതിലൊരു മനസ്സും അത് തന്നെയാണ്. സംഗതി എന്തെങ്കിലും നമുക്കിപ്പോ ഉപരോധിക്കാൻ കഴിയില്ല, കാരണം അത് വലിയ തമ്പുരാന്റെ അകത്തന്നെയാണ് പറയണത്. അതുകൊണ്ട് അതൊന്നും മിണ്ടണ്ട. പക്ഷെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമല്ലോ, അതിന് ഏറ്റവും നല്ലത് ഇനി അവിടെ കൊണ്ടുപോയി നിർത്തലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ജയിലിലേക്ക് അതുണ്ടായിരുന്നു. ഹത്തഹീൻ, ഒരു സമയം വരെ കിടക്കട്ടെ. ഏത് സമയം വരെ എന്ന് പറയാൻ ആർക്ക് കഴിയുന്നില്ല, തീരുമാനം എടുത്തവർക്ക് കഴിയുന്നില്ല. ജീവപര്യന്ത നടവിനാണോ? അല്ല. എന്നാ കുറച്ചടക്കട്ടെ, ഇതിനൊരു മാറ്റം ഉണ്ടാവും, നമുക്കും നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതാണ് ഹീൻ. ഹീൻ എപ്പോഴും എവിടെയും വരെ ആവാം. കുറഞ്ഞ സമയം ഹീനാണ്, വലിയ സമയം ഹീനാണ്, 4 മാസം ഹീനാണ്. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ ഹീൻ എന്ന് പല സ്ഥലത്ത് പല രീതിയിൽ പറഞ്ഞു. ഇവിടെ ഒരു ഹീൻ പറഞ്ഞു, ഇവിടെ അത് വർഷങ്ങൾ നീണ്ടുപോയിട്ടുണ്ട്. അതേസമയം 4 മാസത്തെ ഒരു ഹീനുണ്ട്, ഒരു കാലം വരെ എന്ന് ഖുർആൻ പറഞ്ഞത്. ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന് പറഞ്ഞില്ല ഖുർആൻ. അവൻ അവിടെയും ഒരു ഹീൻ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ ആ ഹീന് കുറഞ്ഞ സമയമാണ്, ഒരു 10 മാസത്തിന്റെ കാലയളവാണ്. അതിലെ 4 മാസ കാലയളവാണ് ഒന്നുമല്ലാതിരുന്ന സമയം. ലം യകുൻ ശൈഅൻ മദ്കൂറ, ഒന്നുമായിരുന്നില്ല ആ സമയത്ത് മനുഷ്യൻ. അവൻ ഗർഭത്തിലെ ഒരു ഇറച്ചിത്തുണ്ട് പോലെ വളർന്നു വന്ന സമയമാണത്. അത് കഴിഞ്ഞു പിന്നെ അവൻ വലുതായി, പിന്നെ അവൻ ജയിച്ചു, കിടക്കി, അങ്ങനെയൊക്കെ പോയ പ്രതാപിയായി മാറി. ഇപ്പൊ അവൻ എന്റെ അടുത്ത് വന്നു പോലും ഫഹുവ അലത്തുൽ ഹിസാം, അവൻ വല്ലാതെ എന്നോട് പോലും തർക്കിക്കുകയാണെന്ന് അല്ലാഹു പറയുന്നു. നന്ദി കെട്ടവൻ എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലതാണ് ആ വർത്തമാനം. ഇപ്പോൾ അവൻ എന്നോട് തർക്കിക്കുകയാണ്. ഞാൻ ചെയ്തു കൊടുത്ത നന്ദികളെ കുറിച്ച് ഓർക്കാതെ, നന്മയെ കുറിച്ച് ഓർക്കാതെ അവൻ എന്നോട് തർക്കിക്കുകയാണ്. അതുപോലെയാണ് ആ ഹീന്റെ പ്രത്യേകത. വദഖല മഅഹു സിജ്ൻ. ഇൻഷാ അല്ലാഹ് പിന്നെ എടുക്കാലേ. അതിന് വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ നീ ചെന്നു, ജയിലിൽ കയറി, ജയിലിൽ നിന്ന് പിന്നെ അവിടെ അവരോട് പ്രബോധനം നടത്തുന്നു, അവരുടെ മുമ്പിൽ നന്മയുടെ ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്നു. അവസാനം അവിടെ വെച്ച് സ്വപ്നം കാണുന്നു 2 പേർ. ആ സ്വപ്നങ്ങളുടെ കഥ പറയുന്നു. സ്വപ്നം സത്യസന്ധമായി വിശദീകരിക്കാൻ കഴിയുന്ന ആളുകൾ പറയുകയോ അല്ലെങ്കിൽ സ്വപ്നത്തെ കണ്ടിട്ട്
ആ സ്വപ്നം തെറ്റായി വ്യാഖ്യാനിക്കുകയോ സ്വപ്നത്തെ തന്നെ തെറ്റായി പറയുകയോ ചെയ്യാൻ പാടില്ല. സ്വപ്നം അത്രയേറെ മഹത്വമുള്ള സംഭവമാണ്. മൻ കദിബ ഫീ ഹുൽമിഹി കുല്ലിഫ യൗമൽ ഖിയാമത്തി അഖ്ദ ശഈറത്തിനാണ്. ഒരു മുടിത്തണ്ട് കൊണ്ട് കെട്ടിയിടും ഖിയാമത്ത് നാളിൽ ഒരാൾ സ്വപ്നത്തിൽ നുണ പറഞ്ഞാൽ എന്നാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടിത്തണ്ട് കൊണ്ട് ഇത് കെട്ടിയിടന്നെ വേണം. എങ്ങനെ അതെ, കണ്ടു എന്ന് പറയുന്നത് കാണാത്ത സ്വപ്നങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ, കാണാത്ത സ്വപ്നങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. എന്ത് ചെയ്യും? മുടിത്തണ്ട് കൊണ്ട് കെട്ടിയിടുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു. അപ്പൊ ഇവിടെ അവസാനിപ്പിക്കാല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ അധ്യായത്തെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ശരിയും നന്മയും നീ ബോധ്യപ്പെടുത്തി തരണേ അല്ലാഹ്. ഇതിന്റെ നന്മയെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും മനുഷ്യനുണ്ടായി തീരാവുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ അല്ലാഹ്. പാപരഹിതമായി ജീവിക്കാൻ മുത്തഖിയായ മുഖ്ലിസീങ്ങളുടെ മനസ്സുള്ള ഒരു മനുഷ്യനാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. ഹൃദയത്തിൽ നീ നിന്നെ കുറിച്ചുള്ള പേടിയും ബോധവും ഉണ്ടാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മനസ്സിനെ നീ എപ്പോഴും നിർമ്മലമാക്കണേ അല്ലാഹ്. ഹൃദയ വിശുദ്ധി തരണേ തമ്പുരാനെ. എപ്പോഴെങ്കിലും മനസ്സ് ചാഞ്ഞാൽ അല്ലാഹുവേ നീ പിടിച്ചു കെട്ടണേ റബ്ബേ. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നന്മയുടെ ഒരു വഴി പറഞ്ഞു തരണേ അല്ലാഹ്. അത് തരാൻ ആവശ്യമാകുന്ന വിധം നിന്റെ മുർഷിദുകളെ നീ ഞങ്ങൾക്ക് അയച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹാരഥന്മാരായ മലക്കുകളുടെ ഇൽഹാമുകൾ, അവരുടെ ബോധപ്പെടുത്തലുകൾ നീ എപ്പോഴും നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഹൃദയത്തിൽ നീ തിന്മയുടെ ചിന്തയും തിന്മയുടെ ചെയ്തികളിലേക്കുള്ള വാക്കുകളും നീ വരുത്തരുതേ റഹ്മാനെ. റഹ്മുറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുക്കണേ തമ്പുരാനെ. ഈ ചരിത്രത്തിന്റെ നന്മയെ നീ ബോധ്യപ്പെടുത്തി തരണേ റഹ്മാനെ. അതുവഴി മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ചെറുപ്പക്കാരെ നീ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തരണേ തമ്പുരാനെ. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് അല്ലാഹുവേ നീ നൽകാനിരിക്കുന്ന അർശിന്റെ തണൽ നീ ഞങ്ങൾക്കൊക്കെയും നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നീ എപ്പോഴും ശാന്തിയും സമാധാനവും നന്മയും ഭദ്രതയും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫാവ് ചെയ്യണേ അല്ലാഹ്. ഒരു മാരക രോഗങ്ങളിലേക്കും നീ ഞങ്ങളെ നീ കൊണ്ടുപോകരുതേ അല്ലാഹ്. അല്ലാഹുവേ, അത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തമ്പുരാനെ. അവരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് റബ്ബേ, ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് തമ്പുരാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. അവരെല്ലാം നീ അത്തരം മഹാരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ.